ഇയാൾ വന്നിട്ട് പറഞ്ഞാൽ ഒന്നും വേണ്ട, അവരൊക്കെ പിരിച്ചു വിട്ടുകളാം. ഈ രീതിയിൽ 3000-ഓളം വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം വകുപ്പിൽ പ്രത്യേകിച്ചും ഏറിയ കൂറും ഇത്തരത്തിൽ വേജ്ഡ് എംപ്ലോയ്മെൻ്റ് ആയിരുന്നു. അതൊക്കെ നിർത്തലാക്കി അവരൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 3000 കുട്ടികളെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 6000 കുടുംബത്തിലെ ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കാൻ. പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഞങ്ങളുടെ ദ്വീപിലൂടെ കടന്നു പോകുമ്പോൾ ദ്വീപിലെ കയർ അവരുടെ കണ്ണിൽപ്പെട്ടു. അക്കാലത്ത് ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും നല്ല കയറുണ്ടാക്കിയിരുന്നവരിൽ ഒരു വിഭാഗം ഞങ്ങളാണ്. ഞങ്ങളുടെ ഭൂമികൾ മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്ത് കൈവശപ്പെടുത്തി ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മത്സ്യസമ്പത്തുമായി അനേകമുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് ഈ രാജ്യത്ത് ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ ഈ മിനിക്കോയ് ദ്വീപിലെ 10,000 പേർക്ക് അവകാശപ്പെട്ട ഈ 110 ഏക്കറിൻ്റെ കോമ്പൻസേഷൻ തുകയായിരിക്കാം ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഇന്നും കടമായി കിടക്കുന്നത്.